അതിന് ഒരു പ്രാധാന്യം കൊടുത്തത്. റെസ്റ്റിന് പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മളെ ബോഡിയുടെ അതിന് മേലെ നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സത്യത്തിൽ അയാളെ ജോയിൻസിനും മസിലിനും അത് ബാധിക്കും ഉറപ്പായിട്ടും. അപ്പോൾ വ്യായാമത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും ബെറ്റർ, കുറയ്ക്കാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ചില ആളുകൾ വ്യായാമം കുറേ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ രാവിലെ നടന്നു പോകണം. രാവിലെ ഇങ്ങനെ ഭയങ്കര നടത്താം, ഫോൺ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഞാൻ എന്നിട്ട് ഇവരെ ചികിത്സ ഞങ്ങളൊക്കെ നടക്കാറുണ്ട് പറഞ്ഞു. ഞങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വേർക്കുന്നുണ്ടോ ചോദിച്ചു. വേർക്കുന്നില്ല. സത്യത്തിൽ വ്യായാമത്തിനല്ല പ്രാധാന്യം, വിയർക്കലിന് പ്രാധാന്യം. വ്യായാമം കുറേ ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡി വിയർക്കുക, ഡെയിലി മൂത്രം പോകണം, മലം പോകണം, വിയർക്കണം, ശ്വാസോച്ഛ്വാസം കറക്റ്റായി. ഈ 4 എലിമിനേഷൻ മാർഗവും കറക്റ്റ് ആണെങ്കിൽ അയാൾക്ക് രോഗം ഉണ്ടാവില്ല. ഈ അമിതാധ്വാനം സത്യത്തിൽ അയാൾക്ക് നല്ലതല്ല. മാത്രമല്ല അയാൾ അമിതാധ്വാനം കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ബോഡിയിൽ ഡൈജഷൻ എനർജി കൂടുതലായി ചിലവാക്കുകയും മെയിൻ്റനൻസിന് എനർജി കുറയുകയും ചെയ്യും. അപ്പൊ അയാളെ ബോഡി ഒരുപാട് ഭാഗങ്ങൾ റിപ്പയറിങ്ങിലാവും. റിപ്പയറിങ് പൂർത്തിയാവാതെ അയാൾ എന്ന് രോഗിയായി മാറും ചെയ്യും. മാത്രമല്ല ഭാവിയിലേക്ക് പറഞ്ഞ പോലെ ഒരുപാട് കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അസുഖങ്ങൾ. അയാളെ എലമെന്റ്, പ്രത്യേകിച്ച് വാട്ടർ ഫുഡ് എലമെന്റ് എപ്പോഴും വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അയാൾക്ക് മസില്, ഈ ജോയിൻസ് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ആ രീതിയിൽ പാകത്തിന് മതി. അയാൾ പറഞ്ഞ വിയർക്കാന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ കുറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വിയർക്കുന്നുണ്ടോ? മതി.